ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കട്ട് വർക്ക് സാരിയാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ എക്സിബിഷന് വേണ്ടി ചെയ്യിച്ച കട്ട് വർക്ക് സാരിയാണ്. അപ്പോൾ അതിൻ്റെ 2 പീസ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് സൈഡ് പോർഷനൊക്കെ വന്നിരിക്കുന്നത്. കണ്ടോ, ഈ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സെമി സിൽക്ക് എന്നൊക്കെ പറയാം. അതായത് മെറ്റീരിയൽ എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെ പറയണമെന്നറിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ലിനൻ, സിൽക്ക്, ദെൻ ചന്തേരി, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. വെയർ ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. അതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലായിട്ട് ഇത് വെയർ ചെയ്യാം. കണ്ടോ, ഡിസൈൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ടാണ്. ബോർഡർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്തെല്ലാം ഡിസൈൻ വന്നിട്ടുണ്ട്. സ്കൈ ബ്ലൂവിൽ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ ഒരു ഡിസൈനിൻ്റെ ഒരു ക്രീപ്പേഴ്സ് പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഡിസൈൻ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ അവിടെ ഒരു സാരി ഇങ്ങനെ വിടർത്തി വച്ചിട്ടുണ്ട്. ഒരു സാരി ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സാരിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് ഒരേപോലത്തെ 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എനിക്കിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ എഡ്ജസ് ആണ് കേട്ടോ. വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ എഡ്ജസ് ചെയ്തിരിക്കുന്നത്. ഈ സാരി വർക്ക് ചെയ്യൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും അത്യാവശ്യം നല്ലൊരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അതായത് 4200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ ബ്ലൗസിൻ്റെ പോർഷൻ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. സാരിയിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ബ്ലൗസ് വരുന്നതും ഈ ചെറിയ ഫ്ലവേഴ്സാണ്. ബ്ലൗസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. ഈ കാണുന്ന പോലെയാണ് ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നത്. ഇപ്പം നമുക്കൊരു മാരേജ് ഫംഗ്ഷനോ അതല്ല എൻഗേജ്മെൻറ്റൊക്കെ ആണെങ്കിലും ഈ സാരി വളരെ നല്ലതായിട്ട് നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ വെയർ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ മനസ്സിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു. അതായത് 2 സാരിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊരെണ്ണം എനിക്ക് വേണ്ടി എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അതെന്ന് വെച്ചാൽ അത്രയും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രയും നല്ല റിച്ച് മെറ്റീരിയലായിട്ട് തോന്നി. കണ്ടോ, ഈ സാരി ഞാൻ ചെയ്യിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇങ്ങനെ ടോട്ടലി ഒരു കൺഫ്യൂഷനായിരുന്നു, വീഡിയോ ഇടണോ. ഇത്രയും റേറ്റുള്ള സാരിയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ഞാൻ എക്സിബിഷന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചു. കണ്ടോ, ഒത്തിരി ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ കട്ട് വർക്ക്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് വരുന്നത്. അത് ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, ഒരു അക്വാ ബ്ലൂ ഒക്കെ പോലെ തോന്നുന്ന, അതായത് പക്ക സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അക്വാ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ഓൺലി 2 സാരിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ സാരിയുടെ റേറ്റ് വരുന്നത് 4200. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.